ഹലോ ഗൈസ്, നമ്മൾ കളിക്കുന്നത് ഈ ഫുട്ബോളാണ്. ഒരു എഫ്സിന് പകരം കളിക്കുന്നതാണ്. അപ്പോൾ ഈ ഫുട്ബോളിൽ ഇന്ത്യ വിസസ് ഒരു രാജ്യമാണ്. കാണാൻ നമുക്ക് നോക്കാം. നമ്മൾ ഇന്ത്യയാണ്. ഏതിപ്പോൾ ഇത് മനസ്സിലായില്ല. ഇന്ത്യ വിസസ് മനസ്സിലായില്ല. സിൻചാലെന്തോ പേര് രാജ്യമാണ്. നമുക്ക് കളി തുടങ്ങാം. 0-0 അലി. ഓക്കെ, സിംഗ് പാസ് കൊടുത്തു. റാഹിം അലി ഉണ്ടല്ലോ. ഈ ഫുൾ ഇന്ത്യൻ പ്ലേസ് ഒക്കെ വേണ്ട. ഇത് വേറെ ഏതോ പ്ലേസിനെ ഇന്ത്യൻ പ്ലേസ് പറയുന്ന പോലെ ഒക്കെ തോന്നുന്നു. അപ്പൊക്കൊരു ഗോളിക്ക് തോർന്ന പൂജാരി റഹീം പാസ് കൊടുത്തു. ഷോട്ട് മോനെ സ്കിപ്പ്. അപ്പം അടുത്തത് അപ്പിക്കാട്ട് നമുക്ക് ഇന്ത്യ ആരോ കുഴച്ച് റാഹിം മലയോട് കുഴ പിടിക്കും. അങ്ങോട്ട് കുഴക്കാൻ ചരിത്രമില്ല. പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് അപ്പം സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ കുറേ സമയം ടെസ്റ്റ് മാച്ച് ഇപ്പോൾ 40 കൂടുന്നു കണ്ടാലും കഴിഞ്ഞില്ല. ഇതിപ്പോൾ എന്തിനും നല്ല ബോൾ കൊണ്ടുവന്നേ. നല്ല ബോൾ കൊണ്ടുവന്നേ. നമുക്കത് പിടിച്ചുകൂടെ? പിടിക്കാൻ തോന്നില്ല. ഒരു ഗോൾ അടിച്ചോട്ടെ. ഈ സിമ്പിൾ ടീം അപ്പോൾ ത്രോ കിട്ടി. പടപ്പ തോൽക്കുമ്പോൾ എനിക്ക് പേടിയുണ്ട്. ത്രോ എറിഞ്ഞപ്പോട് ഗോളടിക്കല. ഭാഗ്യം. അല്ലെങ്കിൽ പോളാണ്. നമ്മളെ ഗോളി നല്ല ഗോളി തന്നെ. ഏത് ഗോളിയൊക്കെ അറിയില്ല. ഏതും ജർമ്മനി ഗോളി കഴിഞ്ഞാൽ ഇന്ത്യൻ ഗോളി പറയുന്നതായിരിക്കും. സൈറ്റ് കിക്കർ. നമുക്ക് ഈ മീശക്കാരൻ താടിക്കാരൻ എടുക്കാം. അലി, ഓൻ്റെ പേര് അലി. അടിക്കട. അയാളുടെ വായി നോക്കിയേക്കാനോ എന്നോട് പറഞ്ഞേ. പാസ് കൊടുത്തു. സിംഗ് പാസ് കൊടുക്കുക. അല്ലെങ്കിൽ പൊട്ടു. ഇവനൊരു അപ്പെടുത്ത് അയാൾക്ക് പാസ് കൊടുത്തേനെ. ജിക്ക് പാസ് കൊടുത്തു. ഞാൻ റാഹിം അലിയോടും ഗോളടിപ്പിക്കും. പിന്നെ നമ്മുടെ ഗോളിയായ ഇവനോടും ഗോളടിപ്പിക്കും. കൊപ്പുണ്ട് മോനെ. അല്ലെങ്കിൽ എൻ്റെ പേര് മറ്റേ മങ്കി ഉറപ്പുണ്ട്. അലി പാസ് കൊടുക്കുക. പാസ് കൊടുക്കാൻ കടക്ക്. പോയിക്കോ. ജിക്ക് എന്നോട് ഗോളടിപ്പിക്കുക. അത്ര പേര് പറഞ്ഞു. എൻ്റെ വാശിയത് പോയി ജിക്ക്. അലിയോട് ഗോളടിച്ചിട്ടില്ല. എൻ്റെ പേര് മമ്മിയോട് ഗോളി അടിച്ചിട്ടില്ല. കുഴപ്പമില്ലൊക്കെ മറ്റേ അലി അടിച്ചിട്ടില്ല. വന്ന് നമ്മുടെ ഗോളി കാട്ടിക്കുമ്പോൾ എന്താകും. അപ്പം നമുക്ക് നോക്കാം. സിംഗ് ഗോളി. നമ്മളൊരു ആറ്റുകൊള്ളാണ് ഇവിടെ ഇരുട്ടുണ്ട്. എൻ്റെ പേര് സിംഗ് 2 days 1 goal. 2 goal അടിക്കും. 1 goal ഒരു പൊട്ടമായിരിക്കും. നല്ല ടഫ്ന്നോനെ മുളച്ചെടുക്കാം. ഡാൻസ് പോയി. ഇതെന്ത് ഒരുപാട് തുറച്ചാൽ അതെന്തായി. ഒരു പാസ് കൊടുക്കാനല്ലത്. പാസിന് പകരം മറ്റേ ലോങ് പാസ് കൊടുത്തേ. എന്ത് കൊടുക്കല. അപ്പോൾ ഷെൽഫ് ഷോട്ട് അടിച്ചു കൊടുക്കാല്ലേ. പാവലേറ്റ് ഉണ്ട്. നോക്കാം. കഴിഞ്ഞില്ല. പുറത്തോട്ട് അടിക്കാനില്ല. അപ്പോൾ മറ്റേ ഹാഫ് ടൈം ആവാനായി. നിഷ പൂജാരി അടിക്കാൻ നിഷാല പറഞ്ഞാൽ നിഷ പൂജാരി പറഞ്ഞാൽ അതിപ്പോൾ ഒരു പൂജാരി പറഞ്ഞിട്ട് എടുത്ത് കണ്ടിട്ട് മോനാ പറയുന്നത്. ഹാഫ് ടൈം ടൈമിൽ
നമ്മ 54% കളിച്ചിട്ട്. അടുത്തത് നമുക്ക് അടുത്ത ടീമിൽ കളിക്കാം. 54% കഴിഞ്ഞിട്ട് ഒരു ഗോൾ അടിക്കാൻ റാഹിം അലി ഗോളടിക്ക് പറഞ്ഞാൽ നമ്മുടെ സ്ഥലത്ത് ആരുമില്ല. അങ്ങനെ കപ്പിക്കും അവിടെ ക്ലിയറിസ്റ്റ് ഒരു പൈസ അടിക്കും കയ്യില്ല. ക്ലിയർ ഓ അപ്പൊക്കെ ബോൾ കിട്ടുന്നില്ല. നമുക്കൊന്നും ബോളേ കിട്ടുന്നില്ല. റാഹിമലി ബ്രൂണോ ഫ്രണ്ട്സ് അല്ല പോർച്ചുഗലിൻ്റെ പ്ലെയറിലെ നേരത്തെ ഇത് ഇന്ത്യൻ പ്ലേയേഴ്സ് അല്ല, ഏതോ പാകിസ്ഥാനിൻ്റെ ചൈനറ്റിയ പ്ലെയറിനെ ഇന്ത്യൻ പ്ലേയേഴ്സ് പറയുന്ന കുറച്ച് അണ്ട് പറഞ്ഞിട്ട് അപ്പയിൽ ഇപ്പയും കൂടിയത് പറയാം. ക്ലിയർ അടിച്ച ഗോളി. ഇതെന്ത് ബ്രൂണോ ഫെർണാണ്ടസ് എല്ലാം നമ്മുടെ ടീമിൽ ഞാൻ ചിന്തിക്കുന്നത് ഈ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ വേൾഡ് കപ്പിലാത്ത വേൾഡ് കപ്പില്ല അത് മേടിച്ചു. ഞാൻ വിളിച്ചോ റാഹിമലി അടുത്ത സീന് ഇവനെന്ത് 7 നാളുടെ വന്നു. പിന്നെ ഇങ്ങനെ വയ്ക്കുന്നു വേറെ ആർക്ക് 7 എന്ത് പറഞ്ഞാൽ ഇപ്പൊ മാച്ച് തുടങ്ങി. പാസ് കൊടുക്ക് അടിക്ക്. ഓ പോയി അത് ഗോളാ. ഗോളല്ല നമുക്ക് ലാസ്റ്റ് ഒരു 7 ഗോൾ അടിച്ച് നിർത്താല്ലേ. ഇങ്ങനെ കൊടുത്ത് അടിക്കും. 6:35 ടൈം പറഞ്ഞാൽ പോകുന്നുണ്ട്. റാഹിമലി ഗോൾ അടിക്കും പറഞ്ഞു ഞാൻ, ചുമ്മാ അടിക്കുന്നില്ല. ലിസൺ കൊക്കോ ഇത് ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ ലിസൺ കൊക്കോയുണ്ട്. റാഹിമലിയിൽ അങ്ങനത്തെ പേര് വിശ്വസിക്കാം. അജിത് സിംഗ് അങ്ങനത്തെ പേരില്ലേ. ഇവരെന്തിനാ നമ്മൾ പല വെക്കുന്നത് ഞാൻ ചിന്തിക്കുന്നത്. നമ്മളെന്താ പറയുന്നത് ഗോളടിക്ക് വിചാരിച്ചില്ല, അപ്പോഴേക്ക് കഴിയുന്നില്ല. അടിക്കട്ടിക്ക് പോയി റാഹിമലി അല്ല. അപ്പം ഒരു കാര്യമൊക്കെ വെച്ചില്ലേ, അപ്പം ബോൾ തന്ന അപ്പോൾ നമ്മൾ എടുക്കാന്നാൽ അപ്പം സൈഡിൽ തപ്പിക്ക് പാസ് വെക്കും. റാഹിമലിയോട് ഗോൾ അടിപ്പിക്കും. എന്താ ഉറപ്പ് അത് റാഹിമലിയോട് ഗോൾ അടിപ്പിച്ചില്ലേ. ഓക്കെ റാഹിമലി ഗോൾ അടിച്ച് പഠിപ്പിച്ച് കളി കൂടി. റാഹിമലി ഇപ്പം കൂടി ഉണ്ടായിരുന്നു. ഇപ്പം ബ്രൂണോ ഫെർണാണ്ടസ് എന്തിന് പാസ് കൊടുത്തിന്. ബ്രൂണോ ഫെർണാണ്ടസ് അല്ല വേൾഡ് കപ്പില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ടൊന്നായിരിക്കും ഇപ്പം. പിന്നെ വേൾഡ് കപ്പ് നമുക്കില്ലല്ലോ. പിന്നെ എന്ത് കാണിക്കണം ഞാൻ ചിന്തിക്കുന്നത് മറ്റേ ഗോൾ പിടിച്ച് നോക്കി നമ്മൾ എടുത്തിട്ട് എന്ത് അയച്ചത് അതൊന്നും ഞാൻ ചിന്തിക്കുന്നു. മാച്ച് ഒരു 5 2 അടിച്ച 7 ഗോൾ നിർത്താലോ പറഞ്ഞു. അത് സത്യം വയസ്സ് സത്യം. റാഹിമലി 2 ഗോൾ അടിക്കല്ലേ പൊടിയും. ഈ വർഷം ഇപ്പോൾ നമ്മൾ ഗോൾ അടിക്കുന്നില്ല. നമുക്ക് കളി കൂട്ടണം കുറച്ച് സമയം കഴിഞ്ഞിട്ട് കൂട്ടണം അപ്പ. അല്ല കളി ഇപ്പോഴെ കൂട്ടിയാൽ അപ്പ 4 കൂട്ട് തോപ്പിയപ്പ. അപ്പൊക്കെ സ്വന്തമായിട്ട് ഗോൾ അടിക്കാൻ കഴിയില്ല. പിന്നെ നമ്മൾ സെൽഫ് ഷോട്ട് അടിക്കാൻ നോക്കിയാൽ നമുക്ക് കഴിയുന്നില്ല. അവിടെ കാർബോർഡ് ബിസിനസ് വെച്ചിട്ടപ്പം ഇപ്പം ടൈം 4 മിനിറ്റ് അടിച്ചോട്ടാ റെസ്പെക്റ്റ് മണിവനായിരിക്കും. ദിനേശിൻ്റെ പോലെ ഉണ്ട് ഇവന്. മാച്ച് ഒടുങ്ങി ടീമേടാ. നമ്മൾ 7 മൈലിൽ ജയിക്കാറില്ലേ, 8 മൈലിലോ ജയിക്കും.